ഈ ഇവിടേക്കൊന്നും നല്ല ടൈറ്റ് ഉണ്ട്, ഇവിടേക്കൊന്നും വല്ലാതെ ഒന്നും ഓക്സിജൻ ഇല്ല എന്നുള്ളത്. ഇവിടേക്ക് പോകുന്നത് പാതാളഗംഗയിലേക്കാണ്. ഓക്കെ, നമ്മുടെ വാട്ടർഫാൾസ് അവിടെയാണ്. ഇവിടെ നിന്ന് ഇതിലൊരു വഴി പോകുന്നുണ്ട്. ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം വരുന്നുണ്ടാവാം. ഈ ഗുഹ നിസ്സാരമല്ല ഗായ്സ്. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുള്ളത് ഗണ്ടിക്കോട്ടയിൽ തന്നെയാണ്. ഗണ്ടിക്കോട്ടയിൽ നിന്ന് നമ്മൾ പോയില്ല, ഇന്നത്തെ സ്റ്റേ അല്ല നമ്മുടെ ഇവിടെ. രാത്രി ഭയാനകമാണ് അല്ലേ, ഒരു മനസ്സല്ലല്ലോ ഇവിടെ. ഈ ലൈറ്റ് കത്തിയില്ല, ശരിയാണ്. ഈ ലൈറ്റ് അവർ കത്തിച്ചത്. അത് ഇവിടെ ആളുകളൊന്നുമില്ല ഗൈസ്. ഇവിടെ ഞങ്ങളുണ്ടാവും മാത്രം കൊടൂര കാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞാൽ എമ്മ കാറ്റാ. കുക്കൊക്കെ പേടിച്ചിരിക്കണ കാറ്റുകൊണ്ട്. ഓൻ ചോദിച്ചെന്നോട് ഇതെന്താ അത്രയും കാറ്റ്. ഞങ്ങളെ മറച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങളെ ഈ വണ്ടി ഇറക്കി, കാരണം അത്രയും കാറ്റാണ്. ഫോട്ടിൻ്റെ മേലെ കൂടെ അങ്ങനെ കാറ്റ് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോവാണ് സാധനം. ഏതായാലും അടിപൊളിയായി. ഞങ്ങളിവിടെ കുക്കിങ്ങിലാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കലക്കി പറഞ്ഞ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എന്താണ്, അതിലേക്ക് ചമ്മന്തി, മുളകും ചമ്മന്തി, പിന്നെ പരിപ്പ് കറി, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇന്ന് പറഞ്ഞിരുന്നു ഇവിടുത്തെ സൂര്യോദയം കാണാൻ പോകണമെന്ന്. ഇവിടെ എവിടെ സൂര്യൻ ഉദിച്ചേ? ഇവിടെ സൂര്യനെ കണ്ടോ? അജി കണ്ടോ? സൂര്യോദയം കണ്ടോ? അപ്പോൾ സൂര്യോദയം കാണാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല ഈ നേരം വരെ ആയിട്ട്. ഇവിടെ വെളിച്ചുണ്ട് ഉള്ളൂ. ഒക്കെ കാർമേഘത്തിൻ്റെ ഇടയിൽ മൂടി കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ 6 മണിക്ക് നീച്ച് നോക്കി. ഞാൻ 6 മണിക്ക് നീച്ച് വീണ്ടും മൂത്രം വെച്ച് കിടന്നുറങ്ങിയെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം അതിലിറങ്ങിയേ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഇതൊക്കെ റെഡി ആയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ ഇന്ന് പോകുന്നത് കൂർണൂൽ സൈഡ് പിടിച്ചിട്ട് ഹൈദരാബാദാണ്. ഇനി കിഴങ്ങ് മാത്രമേ ഉള്ളൂ കഴിച്ചാൽ. ഞങ്ങൾ തക്കാളി പോലെ സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ? തക്കാളി ഒന്നുണ്ടല്ലേ? അപ്പൊ തക്കാളി ഒന്നുണ്ട്, ഉള്ളി ഒറ്റ ഒന്നുമില്ല. പിന്നെ ചെറുപയർ മറ്റു സംഭവമൊക്കെ തീർന്നു. അരിപ്പൊടി കഴിഞ്ഞു, അവിൽ ഏകദേശം തീരാനായി. പിന്നെ മസാലകളുണ്ട്. പിന്നെ ചെറുപയർ മാത്രമേ ഉള്ളൂ. മമ്പയർ കഴിഞ്ഞു. അരി ഏകദേശം ഒരു 7 ലോണിലേക്ക് തിരിഞ്ഞു അല്ലേ? 15 നിന്ന് 7 ലോണിലേക്ക് തിരിഞ്ഞു. പിന്നെ വെള്ളം അതിലുണ്ട്. വെള്ളം ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ വെള്ളം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറെ സംഭവം കാണിച്ചു തരണം. അതെ, കുക്കർ വിസിലടിച്ചാൽ അതൊന്ന് തീ ഉറക്കിട്ടോ. ഇവിടെ ഇതൊരു ക്ഷേത്രമാണ്. ഇത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ബലിതർപ്പണ ക്ഷേത്രമാണെന്നൊക്കെ തോന്നുന്നത്. അതായത് ഈ ആടിനെയൊക്കെ വെട്ടി ബലി ഇറക്കുമല്ലോ, അതുപോലത്തെ ക്ഷേത്രമാണെന്നൊക്കെ തോന്നുന്നു. ഇവിടെ പ്രത്യേകിച്ചൊരു പ്രതിഷ്ഠയൊന്നും കാണാനില്ല. എന്തായാലും ഇവിടെ ഇട്ടാവാം അത്തരം പരിപാടികൾ നടക്കൽ. ഇതുമ്മേ കെട്ടി തൂക്കിയതൊക്കെ എന്താ പറയുക ഞങ്ങൾക്ക്? ആടിൻ്റെ കാലുകളാണ് അതുമായി കെട്ടിത്തൂക്കിയിട്ടുള്ള ഫുള്ളായിട്ട്. ഇതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പോയേക്കാം. മുതൽ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു ആര്യവേപ്പിൻ്റെ മരം, അതും ഒരുപാട് വഴിപാടിൻ്റെ ഭാഗങ്ങളായിട്ട് തുണികളിൽ കല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വളയും മാലയും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നാരങ്ങ ശൂലം, അത്തരത്തിൽ ഒരുപാട് അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടെ പൂജയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുക്ക, ചട്ടി, അതുപോലെ അതിലേക്ക് ഉപയോഗിക്കുന്ന ഭസ്മം, കളഭം തുടങ്ങിയവയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഞാൻ കരുതിയത് ഇത് വീടാണ്, വീട്ടിനകത്ത് ആൾക്കാരാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. ഇതിലൊന്നും ആരുമില്ല, അതൊരു ഹോളാണ്. ഇവിടെയും തന്നെ അനുബന്ധ സാധനങ്ങൾ മാത്രമുള്ളൊരു ഹോളാണ്, വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലാണ് ഇന്നലെ നിന്ന സ്ഥലം. ഇത് ഇന്നലെ തന്നെ ഞങ്ങൾ ആ ഒരു ആടിൻ്റെ കാല് വെട്ടിയതൊക്കെ കണ്ടിരുന്നു. അതൊക്കെ കണ്ട സത്യം പറഞ്ഞു ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് അത് ശല്യം ഉണ്ടായത് കാറ്റായിരുന്നു. കാറ്റങ്ങോട്ട് അടിച്ചിട്ട് വണ്ടി അടക്കം ഇങ്ങനെ കുലുങ്ങാണ്. ഇവിടുത്തെ ആളുകളൊക്കെ ഈ വെള്ളമാണ് എടുക്കുന്നത്. ഈ വെള്ളമാണ് കുടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കണമല്ലടാ. അപ്പം ഞങ്ങളും അത് തന്നെയാണ് എടുത്തത്. ഞങ്ങൾ വണ്ടിയിൽ വെള്ളം കയറ്റി. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കണ്ട ചാർമിനാർ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള പള്ളി, അതുപോലത്തെ ധാരാളം പള്ളികൾ ഇതാ അവിടെ കാണാം. അവിടെ ഒരു ചെറുതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ബാക്കിൽ 1-2 ഉണ്ട്. അങ്ങനെ കുറേ ചെറിയ പള്ളികളും ധാരാളം ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മൾക്ക് നന്ദിയാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. പൂർണ്ണൂർക്ക് പോവുകയാണ് നമ്മൾ, നന്ദിയാല. അപ്പോൾ പറഞ്ഞ പോലെ പോയി നോക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു 90 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അതിന് നമുക്ക് ഇന്ന് ഓടാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നത്. അതിന് മേലേക്ക് ഇന്ന് ഓടാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പം തന്നെ 11 മണിയായി.
വണ്ടിക്ക് ആക്കം കൊടുത്ത് പോകണമെങ്കിൽ ഒരു 150 പോടാൻ വയ്ക്കുന്നുണ്ടാവും. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ടൗണാണ്. ചെറുതല്ല, ഞങ്ങൾ വലുത് കഴിഞ്ഞിട്ടാണ് ചെറുതേക്ക് വരുന്നത് അല്ലേ? ആ, കാരണം നമുക്ക് എന്തൊക്കെ വേണ്ടേ? പച്ചക്കറി വേണമല്ലോ. പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി, ഉള്ളി എന്നിവയൊക്കെ കഴിഞ്ഞു. ഇതാ അവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാൽ പോരെ. ഉള്ളി, തക്കാളി, പിന്നെന്താ ഉണ്ട്? അതായത് ഇവിടെ വില ചോദിച്ചാലേ ഇവർക്ക് ഈ ചേച്ചിക്ക് വേറെ എന്താ ഹിന്ദി കൂടി കറക്റ്റ് അറിയില്ല. നമുക്ക് ഹിന്ദിയിലൂടെ പറഞ്ഞു തരാൻ വയ്ക്കുള്ളൂ. അപ്പോൾ റേറ്റ് കറക്റ്റ് അറിയില്ല. ഞാൻ 50 റുപ്യേൻ്റെ തക്കാളിയും 50 റുപ്യേൻ്റെ ഉള്ളിയും കുറച്ച് തക്കാളിയും വാങ്ങിയാണ്. അങ്ങനെ മൊത്തത്തിൽ 70 റുപ്യ അല്ലേ? 70 റുപ്യേൻ്റെ സാധനം വാങ്ങിയത്. ഇവിടെ കുറച്ച് പഞ്ചസാര ആണ്. 1 കിലോ ആട്ട 1 കിലോ ആട്ട, 1 കിലോ പഞ്ചസാര, ഒരു 1/2 ലിറ്റർ പാം ഓയിൽ, അത്ര സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും എല്ലാം കയറ്റിയുണ്ട്. നമ്മൾ ഈ റോഡാണ് പോകുന്നത്. കൂർണൂർക്ക് പോകുന്ന ഒരു ഷോർട്ടാണ്. ഷോർട്ട് കട്ടൊക്കെ പോയാൽ നമുക്ക് പലവിധ കാഴ്ചകളും ഗ്രാമങ്ങളുടെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഒക്കെ എടുത്തില്ലേ പോയാലെന്നാ? പോകുമ്പോഴൊക്കെ ഇങ്ങനെ കറിവേപ്പില ഇങ്ങനെ മണക്കാനാണ്, കിലോമീറ്റർ കണക്കിന് കറിവേപ്പിലിൻ്റെ സ്മെല്ല്. അപ്പോൾ ഈ കാണുന്ന ഏരിയ ഫുള്ള് കറിവേപ്പിലയാണ്. ഈ ഒരു പാടത്തെ കറിവേപ്പിലിൻ്റെ സ്മെല്ലല്ല അത്. ഞങ്ങളിപ്പോൾ ഏകദേശം ഈ റോഡ് നമ്മൾ ആ സാധനം വാങ്ങി കൊടുക്കുന്നൊരു 10 കിലോമീറ്റർ അടുത്തേക്ക് പോകണം. ആ 10 കിലോമീറ്റർ 7 കിലോമീറ്ററോളം കറിവേപ്പിലയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കറിവേപ്പിലയുടെ പാടമാണ് ഗൈസ്. കണ്ടങ്ങൾ ഇതൊക്കെ ഇവിടെയൊക്കെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതങ്ങ് ദൂരെ മരങ്ങൾ കണ്ടോ? ആ മരത്തിന്റെ അവിടെ വരെ അവിടെ തൊട്ട് ഇതുവരെ ഉണ്ട്. അവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട് അല്ലേ? അതാ പറഞ്ഞത്, ഇവിടുത്തെ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കണ്ട് അത്ഭുതമാവും. അതിനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ല് പാടത്തുനിന്ന് റോട്ടിക്ക് അങ്ങനെ കയറി വരികയാണ് സ്മെല്ല്. അത് നല്ല സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിർത്തി കാണാന്ന് കരുതി. ചങ്ങന്മാരെ, ഞങ്ങളെ ഇവിടെ തൊട്ടടുത്തൊരു കേവ് ഉണ്ട്, അതൊരു ഗുഹയുണ്ട്, അല്ലെങ്കിൽ കേവ് പറയും. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് 18 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളതൊരു ഗ്രാമീണ വഴിയിലാണ് ഉണ്ടാവും. തികച്ചൊരു ഗ്രാമപ്രദേശമാണ്, ഗ്രാമീണ വഴിയാണ്, വളരെ ചെറിയൊരു റോഡാണ്, അതിമനോഹരമായ സ്ഥലമാണ്. മുൻവശത്തൊക്കെ വലിയ വലിയ മലനിരകൾ കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ വീടുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കടപ്പാക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ള മറ്റൊരു പ്രത്യേകത കേട്ടോ. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വിട്ടു പോകട്ടെ. 5 മണിക്ക് ക്ലോസ് ആണ്. ഇപ്പോൾ സമയം 2:45. വേഗം പോകണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് 28 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ റണ്ണിങ്ങാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു നദിയാണ്. എന്തായാലും എൻ്റെ മക്കളെ, ഇതൊരു നദിയൊന്നല്ല, ഇതിൽ നിന്ന് ഈ കല്ല് എടുത്ത് ആയതാണല്ലേ, ഈ കടപ്പാക്കല്ല് എടുത്ത്. പക്ഷേ എങ്കിൽ ഇതൊരു നദിയായിട്ട് തന്നെയാണ് കിടക്കണത്. ഇതിൽ വെള്ളമുണ്ട്, ഒഴുകുന്നൊന്നുമില്ല, വെള്ളമുണ്ട്. ഇതിലൊക്കെ ഉണ്ടോ? അവിടെ നിന്നൊക്കെ കല്ലുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ അതിലൊക്കെ കല്ലുകളാണ്. ഇതൊരു കടപ്പാക്കല്ല് ഖനനം ചെയ്യുന്ന മേഖലയാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്. കാരണം നമ്മൾ പോരുന്നതൊക്കെ ധാരാളം കല്ലുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല രസമാണ് കാണാൻ. കാരണം കടപ്പാക്കല്ല് ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ, അതുപോലെ തന്നെ ഈ സൈഡും തന്നെ കല്ലാണ്, കറുത്ത കല്ലാണല്ലോ. അതെ, ഒരു തോടായിട്ട് അങ്ങനെ പോവുകയാണത്. എത്ര ദൂരം പോകുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ പോകേണ്ട ഇതിൽ നമ്മൾക്ക് വലിയ അധികം ടൈമില്ല ഇവിടെ നിൽക്കാൻ. നമുക്ക് വേഗം പോവാം, എന്നാലും നമുക്ക് ഗുഹകൾ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ അതിൽ ചാടി പിടിച്ച് കയറിയതാണ്. ഇന്നലെ ഒരു മുള്ളു കുത്തിയായിരുന്നില്ലേ, ഇവിടെയാണ് കുത്തിയത്. അതിൻ്റെ കടച്ചിൽ മാറുന്നില്ല, ഭയങ്കര കടച്ചിൽ ഇല്ലേ. ഈ മുള്ള തന്നെയാണത്. ഇതാ എല്ലാം ക്യൂബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ടിക്കറ്റൊന്നും കാണാമല്ലോ. ഇവിടെ കുറേ ബുദ്ധ ആശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാവാം ഈ ഒരു ശില, ബുദ്ധൻ്റെ ശില ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നിർത്തിയിട്ട് ബുദ്ധൻ്റെ നല്ലൊരു ആ ഒരു ശിലയും കണ്ടു പോവാം. കൊടുക്കൂറ്റാണല്ലോ ആണെന്നും അല്ലേ? താമരൻ്റെ ഇലയിലാണ് ഇലയുന്നത്. അതെ, അതിഗംഭീരമായൊരു ബുദ്ധൻ്റെ ശിലയാണത്. കണ്ണ് ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ണ് തുറന്നിട്ടുണ്ട്. കാതൊക്കെ നോക്കാൻ പോയിരുന്നതാണ്.
പിന്നെ മുദ്ര സാധാരണ ഉള്ളത് തന്നെയാണ് അല്ലേ, നമ്മളെവിടെ പോയാലും കാണുന്നത്. വെള്ള പെയിൻ്റ് അടിച്ച് വെള്ളയിലാണ് നിൽക്കുന്നത്. അതിഗംഭീരമായൊരു ശിലയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു തികച്ചും എന്താ പറയുക, ഒരു ജീവനുള്ള ശില എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തണലത്തേക്ക് വെയിലോ? ആ വെയിൽ, ഭയങ്കര വെയിലാണ്. ഓ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അതുപോലെ തന്നെ ബുദ്ധൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മൊത്തത്തിലൊരു ഗാർഡൻ ലുക്കിലാണ്. പക്ഷേ എങ്കിൽ തണൽ മരങ്ങളാണ് നട്ടിട്ടുള്ളത്. ഇവിടുത്തെ വേപ്പ് ആ മരങ്ങളാണ് ഒക്കെ നട്ടിട്ടുള്ളത്. പിന്നെ ക്ലീൻഡ് ഏരിയ ആണ്. വലിയൊരു എന്താ പറയുക അലമ്പ് കാര്യമൊന്നുമില്ല അല്ലേ. ചെറുതായിട്ട് അതായത് അതിൻ്റെ ഇതിനൊക്കെ പഴക്കം ചെന്നിട്ടുള്ള വിള്ളലാണ്. അതൊക്കെ പഴക്കം ചെന്നില്ലേ. പിന്നെ ഈ ഇതളുകളൊക്കെ കൊടുത്തിട്ടൊക്കെ അതൊക്കെ കാണാൻ തന്നെ, ഈ ഇതളുകൾ കാണാൻ തന്നെ അതിന് നല്ല രസമായി. ഓ അതിഗംഭീരം. എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കീവിലേക്ക് പോയേക്കാം. കീവ് കൂടി കണ്ടിട്ട് വരാം. കീവ് അടിപൊളിയാണ്. അതായത് ഇത് രണ്ടാമത്തെ വലിയ കീവാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കീവിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വണ്ടി ഇവിടെ മൂടിപ്പോച്ചിട്ട് കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് പേടിക്കണ്ട അല്ലേ. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ ഇങ്ങനെ ഗിർറ് പറഞ്ഞ സൗണ്ടും ഉണ്ട് അല്ലേ. അതെന്താ എനിക്ക് മനസ്സിലായോ? എവിടേക്ക്? ഭൂമിൻ്റെ അടിയിലേക്ക്. ഈ ഗുഹ എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോമീറ്ററോളം നമ്മൾക്ക് ഗുഹയ്ക്കടിയിലൂടെ നടന്നു പോകാൻ പറ്റും. അപ്പോൾ പലയിടങ്ങളിലും ഓക്സിജൻ ലഭ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓക്സിജൻ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇവിടെ മാത്രമല്ല, അതിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈഡൊക്കെ ആവും. അത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാവും ഇത് അല്ലേ, അത് തന്നെയാണത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ടിക്കറ്റും കാര്യമൊക്കെ എടുത്തു. ടിക്കറ്റ് എത്ര വന്ന് ഒരാൾക്ക്? 70 റുപ്യ. 70 റുപ്യ. അങ്ങനെ 140 രൂപയാണ് വന്നത്. ഇത് ശരിക്കും ഈ ഗുഹ ഉണ്ടല്ലോ, അവിടെ പല വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്ന സ്ഥലമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നെന്ന് പറയുന്നത്. അത് നമ്മുടെ എൻട്രൻസിൽ നിന്ന് കയറി വന്ന ഒരു വൃത്താകൃതിയിലുള്ളൊരു അല്ലേ ഒരു മുറ്റമാണ്. അതിന് നല്ലൊരു പില്ലറ് കാര്യങ്ങളൊക്കെ എടുത്ത് അത് പ്രത്യേക ഡിസൈനിൽ ഒക്കെ ഇവിടുത്തെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ട്രാൻസ്ഫോമർ ഈ കല്ലുകൊണ്ടാണ് വെക്കുന്നുണ്ട്. ഇവിടുത്തെ ജനാലുകൾ ഈ കല്ലുകൊണ്ടാണ്. ഇവിടുത്തെ ഷോക്കേസ് ഈ കല്ലുകൊണ്ടാണ്. സ്റ്റെപ്പുകൾ ഈ കല്ലുകൊണ്ടായിരിക്കും. അങ്ങനെ ഈ കല്ലുകൊണ്ടാണ് ഒട്ടുമിക്ക എല്ലാവിധ സംഭവങ്ങളും ചെയ്തിട്ടുള്ളത്. ആണെങ്കിൽ നമ്മൾ ഈ ഒരു കുഴിയിലേക്കാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇറങ്ങി. ഇവിടെ ഈ ടിക്കറ്റ് വാങ്ങാനൊരു ഏട്ടനുണ്ട്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാം. അതായത് ഈ കാണുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ആദ്യം ഇവിടുത്തെ അതായത് പ്രദേശവാസികൾ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ആളുകൾ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇട്ടിരുന്ന സ്ഥലമായിരുന്നു പോലെ ഇത്. ഇതിനകത്തേക്ക് ആരും വല്ലാതെ ഇറങ്ങിയിരുന്നില്ല. കാരണം ഇതിനകത്ത് ഓക്സിജൻ കുറവായതുകൊണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ ഗവൺമെൻറ്, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസ്റ്റ് വിഭാഗം വെച്ചിട്ടുള്ള കോണിക്കൂടും കാര്യങ്ങളൊക്കെയാണ് ഇത്. അങ്ങനെ നമ്മൾ ഈ കോണിക്കൂട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. സംഭവം അടിപൊളി കേട്ടോ. സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഓക്കെ, സംഭവം കുഴപ്പമില്ല. ഉണ്ടോ? അത് ആ കല്ലുകൾ തന്നെയാണ്. കണ്ടോ? റൗണ്ടായിട്ട് ഒരു കുഴിയാണത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് എത്തി. വവ്വാലുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് എത്തി. ഇവിടെ വേറെ ആരും ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഞാനും കുക്കും മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. ഇതിനകത്ത് ഞങ്ങൾ തന്നെ ഉള്ളൂ. ഡാങ്ങൾ മേരക്കൊക്കെ ഇതിങ്ങനെ വലിയൊരു കുഴിയാണ്. എന്താ മണ്ണിൻ്റെ മണടാ. വെള്ളം ഇങ്ങനെ ചാടിയിട്ടേ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടണുണ്ടോ? അപ്പോൾ ഇതിലൊന്നും വല്ലാതെ വെളിച്ചമൊന്നുമില്ല. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ഹോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്കാണ് കയറുന്നത്. ഏകദേശം ഗുഹയ്ക്ക് 10,000 വർഷം പഴക്കമുണ്ട്. ഈ ഒരു ഗുഹ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഇതിലൊരു നദി ഒഴുകിയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതിലൊരു നദി ഒഴുകി ഉണ്ടായ ഒരു ഗുഹയാണത് എന്നുള്ളതാണ്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് നമ്മൾ ഇനി ഇതിനകത്തേക്കാണ് കയറുന്നത്. ഇതിനകത്ത് ലൈറ്റ് കുറവാട്ടോ ഗൈസ്. ഇത് വലിയ ഹൈറ്റൊന്നും ഉള്ളതല്ല, പക്ഷെ കണ്ടാലല്ലേ ഒരു നദി ഒഴുകിയത് പോലെ തന്നെ തോന്നണമില്ല എനിക്ക്. വേസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായ കണക്ക് എന്ന് പറയുമ്പോൾ
ഇവർ കൊടുത്തിട്ടുള്ളത് 1988കളിലാണ് ഈ ഒരു ഏരിയ, ഈ ഒരു ഗുഹയെ ഒരു മാലിന്യ ഡെപ്പോ ആക്കിയിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഉള്ളതാക്കി മാറ്റിയിരുന്നത്. പിന്നീട് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ അവരുടെ ഹർജി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലേക്ക് എത്തുകയും കോടതിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് പോലീസുകാരിടപെടുകയും അത്തരത്തിൽ ഇവിടെ ഈ നീക്കങ്ങളൊക്കെ ഈ മാലിന്യങ്ങളൊക്കെ നീക്കിയിട്ടാണ് ഈ ഒരു ഗുഹ ഇപ്പോൾ ഈ കാണുന്ന രീതി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ആരും മൈൻഡൊക്കെ നിൽക്കുന്ന സംഭവമായിരുന്നു. വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുള്ള വേസ്റ്റുകളൊക്കെ, അതായത് അത് എത്തരത്തിലുള്ള മാലിന്യമാണെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ വെച്ചിട്ട് സത്യം പറഞ്ഞൊരു ഭയാനക ഫീലും ഉണ്ട്. മെയിനായിട്ട് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അധികം ആളുകളൊന്നും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ ഉണ്ട് വേറെ കളറിലൊക്കെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നദി ഒഴുകുന്നത് പോലെയാണല്ലേ. ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം ഞാൻ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് മണൽ പോലുള്ള സംഭവമാണ്, പിന്നെ കട്ട പതിച്ചിട്ടുണ്ട്. കണ്ടോ, മണൽ പോലുള്ള സംഭവമാണ്, മണ്ണാണ്. പിന്നെ ഇവിടെ കട്ട പതിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് മൊബൈൽ ഫ്ലാഷും കൂടി ഉപയോഗിച്ചിട്ട്. അവിടേക്കൊരു ഭയാനകം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിലുള്ള ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്തത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. 1999 ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഗുഹയുടെ വികസനം ആരംഭിച്ചിട്ട് വെച്ചിട്ടുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ കോണിക്കൂടൊക്കെയാണ് നമ്മൾ പോന്നപ്പോൾ കണ്ടിരുന്ന സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വരാനൊക്കെ പറ്റുന്നത്. ഇതിനകത്ത് ഇവിടെ എന്താ ക്ലൈമറ്റ് ഇതിനകത്തത്തെ എന്താ വെച്ചാൽ തണുപ്പല്ല ചൂടുമല്ല എന്നുള്ള ലെവലാണ്. ഇങ്ങോട്ടൊക്കെ മണ്ണാണ് അല്ലേ, ചെതൽപുറ്റ് പോലത്തെ മണ്ണാണിത്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് ഫുള്ള് ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മേലെ കൂടെ പോകാനേ പറ്റുള്ളൂ, ഇത് ഫുള്ള് ചെളിയാണ്. 2002 ഫെബ്രുവരിയിൽ ഈ ഗുഹകളെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത ഈ സർക്കാരിന് ഏറെ നന്ദി രേഖപ്പെടുത്തണം നമ്മൾ. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കൊക്കെ വന്ന് ഞങ്ങളൊന്ന് കാണാനല്ലേ, നമ്മൾക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ പറ്റി. പിന്നെ 1.5 കിലോമീറ്റർ ദൂരം ഗുഹയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. വൈക്കൽ ചെളി ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇടയിലുള്ള ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് പ്രകാശം തരാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമില്ല. ഓക്സിജൻ്റെ ലഭ്യത കുറവ് എവിടേക്കാണെന്ന് അറിയില്ല, അത് എവിടെയാണ്. അപ്പോൾ അങ്ങോട്ടാവും. പക്ഷെ എന്നാലും ഇവിടെ തന്നെ ചെറുതായിട്ട് കുത്തുണ്ടോ, ചെറുതായിട്ടല്ലേ അല്ലേ. ഇവിടെ ഒന്നും കാട്ടിയില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. അതായത് വേറെ പെയിൻ്റ് അടിക്കുക, അത്തരത്തിൽ പോളിഷിങ് പരമായിട്ടുള്ള ഒന്നും ചെയ്തില്ല. ഇടയ്ക്ക് ഓരോ ഹോളുണ്ട് ഇതുപോലെ പറഞ്ഞ പോലെ മേലെ കൂടെ ഒക്കെ. നമ്മൾ വന്നിട്ടുള്ളത് അതിലെയാണ്. എൻ്റെ പൊന്നു മക്കളെ അങ്ങോട്ട് നോക്കുമ്പോൾ ഷൂട്ടിങ് എടുക്കാൻ പറ്റിയ. അതെ നിസ്സാരമല്ലത്, അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് 2 വഴികൾ ഉണ്ട്. അതിൽ 2ലും ഒരു 2 തരം കളറുകളൊക്കെ വെച്ച് നമ്മളെ ഭയാനകപ്പെടുത്തുന്ന തരത്തിലാണ് അതായത് അതിൽ നമ്മൾ പുറത്തേക്ക് വരും, ഇതിൽ നമ്മൾ കയറി പോകേണ്ടത്. അതായത് ഗുഹയിലേക്ക് ഇപ്പോൾ നമ്മൾ പര്യവേഷണം ചെയ്തിട്ടുള്ളത് 3.5 കിലോമീറ്റർ ദൂരമാണ്. അതിൽ തന്നെ നമ്മൾക്ക് സന്ദർശകർക്ക് പോകാൻ വേണ്ടി സാധിക്കുക 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് 1.5 കിലോമീറ്റർ ദൂരം പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കല്ലിനെ ഒരു ചുണ്ണാമ്പ് കല്ല്, കറുത്ത ചുണ്ണാമ്പ് കല്ല് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇവിടുന്ന് അങ്ങനെ കോണിപ്പടി കയറിയിട്ടാണ് പോകേണ്ടത്. നമ്മളതിലങ്ങനെ കയറി പോവാം. ഈ കോണിക്കൂടും കയറി പോന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ഹൈറ്റ് ഇല്ലാത്ത ഏരിയകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. കുനിഞ്ഞ് പോകണം അല്ലേ. കുനിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഈ പറഞ്ഞ ഓക്സിജൻ ഫെസിലിറ്റി സൗകര്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷീനറികളുടെ പ്രവർത്തനത്തിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷ്വലിന് ക്ലിയർ കുറവുണ്ടാവും, കാരണം ലൈറ്റ് ഇല്ലല്ലോ. ലൈറ്റ് ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. 2 വഴികളുണ്ട്, ഒന്ന് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പോവാം. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധ ജൈന മത സന്യാസിമാർ
സന്യാസിമാർ ഈ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്തോ ഒരു പേപ്പർ കഷ്ണമോ ഓല കഷ്ണമോ അങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഗവേഷകർക്ക്, അതായത് ചരിത്രകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ധാരാളമായിട്ട് ഇവിടെ നിൽക്കാം. കാരണം ഇത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലേ. ആ പക്ഷേ വേണ്ടോ ഓക്സിജൻ നമ്മളാ പറഞ്ഞ സംഭവമാണത്. അതിൻ്റെ ഒരു പൈപ്പ് ഇങ്ങോട്ട് ഇറക്കിയിട്ടേക്കാണല്ലേ, മേലിനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇറക്കിയിട്ടേക്കുവാണത്. ആടാ ഓക്സിജൻ ഒരു ഹോളാണ്. അപ്പോൾ ഇതിലാണ് നമുക്കുള്ള ഓക്സിജൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ അങ്ങനെ ഹോള് ഏകദേശം ഒരു 18-20 അടിയൊക്കെ മേലേക്ക് നമ്മൾ വണ്ടി നിർത്തി ആ സൈഡൊക്കെയാന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പോവാം. അതിൽ പോയിട്ട് അതിലൊക്കെ പോകാൻ പറ്റും നമുക്കറിയില്ലല്ലോ. അതിലൊക്കെ ഇതിൽ ധാരാളം വഴികളുണ്ട്. ഏതിൽ പോയി ഏതിൽ വരാം എന്നൊന്നും നമുക്ക് മുമ്പ് വന്ന പരിചയമില്ലല്ലോ. ഔട്ട് ഇന്ന് അങ്ങനെയാണോ? അപ്പോൾ ഇതെന്താ, ഇത് ഇന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഓക്സിജൻ്റെ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? അതായത് ചെറുതായിട്ട് തന്നെ, അല്ലാതെ വല്ലതായിട്ട് ശ്വാസം കിട്ടാതെ അതല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ശാഖകളായിട്ടാണ് ഈ ഒരു ഗുഹ, ഈ ഒരു നദി, ചിത്രാവതി നദി എന്നാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. ചിത്രാവതി നദിയാണ്. ഇതിൻ്റെ താഴത്ത് കൂടെ ഭൂഗർഭ അറയിലൂടെ ആയിട്ട് ഭൂഗർഭ ജലമായിട്ട് ഒഴുകിയിരുന്നത്. ഇതിലൊന്നും ഇവിടേക്കൊന്നും നല്ല ടൈറ്റ് ഉണ്ട്. ഇവിടേക്കൊന്നും വല്ലാതെ ഒന്നും ഓക്സിജൻ ഇല്ല എന്നുള്ളത്. ഇവിടേക്കൊന്നും അവർക്ക് അത്ര സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ഒന്നും വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ ഗൈസ്. അവിടെയൊക്കെ തല ഇങ്ങനെ അരുതി പോകും, എന്തോ അറിയില്ല. നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്ന വഴി അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു എൻഡാണ്. പിന്നെ ഇവിടെ നിന്ന് ഇതുവഴി ഒരു വഴിയുണ്ട്, വളരെ ചുരുങ്ങിയൊരു പാത അല്ലേ. അതിൻ്റെ ഉള്ളിൽ കൂടി പോവാം. പിന്നെ ഇതിലൊന്നും നമ്മൾക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. നമ്മൾക്ക് ഇതിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അതുവഴിയൊക്കെ ധാരാളം ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്ന ഈ ചരിത്രകാരന്മാരും ഗവേഷകരും ആകെ പോയിട്ടുള്ളത് മൊത്തം 3.5 കിലോമീറ്ററാണ്. അതിനപ്പുറത്തേക്ക് ഗുഹ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ തന്നെ ഓക്സിജൻ നമുക്ക് നല്ല രീതിയിൽ ലഭ്യമാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. പക്ഷേങ്കിൽ ഇവിടെ അത് വർക്കല്ല, ഔട്ട്. നമ്മളതിൽ തന്നെ ഔട്ടാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഇതിലല്ലേ ഈ ഒരു ചെറിയ ഊടുവഴിയിലൂടെ ഒന്ന് പോയി നോക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും മറ്റൊരിടത്തേക്ക്. എടാ ഇത് സംഭവമല്ലേ, ഇങ്ങോട്ട് നോക്കാം. എന്നാ ലുക്ക്. എൻ്റെ പൊന്നാളിയാ, ഒരു നദി ഒഴുകിയ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവും നമ്മൾക്കും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലാണ് ഈ പാറക്കെട്ടുകളൊക്കെ ഉള്ളൊരു മിനുസോ അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോയൊരു സ്വഭാവ ലുക്കാണതിന് അല്ലേ. ഇതേണ്ട ഓരോ ഹിറ്റിൻ്റെ തന്നെയാണ്. ചെളിയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും. നമ്മൾ എവിടേക്കോ എത്തി. ഇനിയും മറ്റൊരിടത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണല്ലോ. ഇതിലേ കണ്ടോ, ഇതിലും തന്നെ വഴികൾ ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിലെ കുറച്ചും കൂടി റിസ്കി ഏരിയ ഉണ്ട്, കാരണം ഇടുങ്ങിയ പാതയാണ്. ഇനി ഇതിലിങ്ങോട്ട് പോയൊക്കെ. എൻ്റെ മക്കളെ, ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ പോകട്ടോ. പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ പോയിട്ട് വേണം വരാൻ. എത്ര ഗ്യാപ്പിലായി എന്നെ സിമ്പിളായിട്ട് പോകുള്ളൂ. എനിക്ക് നേരത്തെ തന്നെ പോലെയായിരുന്നു. അയ്യോ ഗൈസ് ഇതൊരു സംഭവമാണ്. അങ്ങോട്ട് ഗുഹ ഒന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ. അയ്യോ എൻ്റെ മക്കളെ, അസാധ്യം. വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. സൂപ്പറാണ് അല്ലേ. ഒരു ഭയാനക ഫീല് കിട്ടാനാണല്ലോ നമുക്ക് റെഡ് കളറൊക്കെ വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഓക്സിജൻ ഇവിടെ ധാരാളമായിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഹോളുണ്ട് അല്ലേ. ഇവിടെ ഒരു ഹോളുണ്ട്, ഒന്നല്ല 2 ഉണ്ട്. ഇനി ഇതിനകത്ത് കൂടെ ഇങ്ങനെ ചെറിയ ഗ്യാപ്പുള്ളൂ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ തല വിട്ട് നോക്കണ്ടോ. പിന്നെ ഇതിങ്ങനെ ഒരു കല്ല് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണല്ലേ. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇത് വേസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിൽ
ഇത് നമുക്ക് കാണാൻ കഴിയും. വേസ്റ്റ് മൂടിങ്ങനെ സംഭവം കണ്ടെത്താനേ കഴിയില്ല. ഇവിടുത്തെ ആളുകൾ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് കറക്റ്റ് സമയത്ത് അതുകൊണ്ട് ഇന്ന് ഇത് ഈ ഒരു ഗുഹ എല്ലാവർക്കും സന്ദർശിക്കാനും ഇതിന്റെ ചരിത്രങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇത് എത്രത്തോളം നീളമുണ്ട് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ സാധിച്ചു എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാൻ പറ്റിയില്ല. അന്നത്തെ ഒത്തൊരുമ അതിനൊരു കയ്യടി. ഇതിന് ചെളിയാണ്, ചെളി വഴിയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ ആണ് നിങ്ങൾക്ക് നിലം. ഇതാണ് നിലത്തിന്റെ അവസ്ഥ. ചെളിയാണ്. ഇതില് അരി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ അടിപൊളിയായിരിക്കും. അതിൽ പോരടാ അരി കൂടെ ചളി കയറാതെ നമുക്ക് ചെളി ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊരു സുഖം ഉണ്ടാവില്ല. ഇവലെത്തത് തെലുങ്കിൽ എഴുതി വെച്ചിക്കണ്. അതിന്റെ പേര് ഇംഗ്ലീഷ് വെച്ചൂടെ? ആ, നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം ആദ്യം. അമ്പോ, ഇത് അടിപൊളിയാണ് മക്കളെ. വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട്. പേടിപ്പെടുത്തണം. അതാണ് ഗുഹയിൽ കൂടെ നടക്കാനുള്ള നമ്മൾ ചെയ്യുന്നത്. ഓ ഗായ്സ്, ഇവിടെ വെള്ളത്തിന്റെ സ്രോതസ് ഇവിടെയാണോ? കിളിയേറെ സൗണ്ട് കേൾക്കണേ. ഇതിലേക്കാണ് ഈ വെള്ളം വരുന്നത്. ഔട്ട്. ഇത് സംഭവം നമ്മൾ തിരിച്ചു തന്നെ പോകണം. തിരിഞ്ഞ് നടക്കണം നമ്മൾ. ഇതിലെന്താ, നമുക്ക് ആദ്യം ഇതിൽ പോയേക്കാലോ. താഴത്തു കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ്. ആ, വാട്ടർഫാൾസ്. ഓ, എൻ്റെ പൊന്നളപ്പാ. ഗുഹാക്കുള്ളേ വാട്ടർഫാൾസ്. അതിമനോഹരമായുള്ള വാട്ടർഫാൾസ്. ഇതുപോലെ വെള്ളം പണ്ട് ഒഴുകിയിട്ടുണ്ടാവും. സൂപ്പറാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുക. നമുക്ക് ഓക്സിജൻ കൃത്യമായി ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ വെള്ളം കണ്ടോ? വെള്ളം നല്ല തണുപ്പാണ്. കാലൊന്ന് കേൾക്കാം, ചെറിയായ കാലൊക്കെ. അതിമനോഹരം. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എന്താ? ഇത് മണ്ണല്ലേ? മണ്ണല്ല. ഇതെന്തോ രൂപപ്പെടുകയാണ് ഇവിടെ എന്തോ രൂപപ്പെടുകയാണ്. ഓക്സിജനായിട്ട് ഇവിടെ എന്തോ പ്രവർത്തനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ മാത്രം ഇട്ടോ, നമ്മൾ പോകുന്ന വഴിയാണത്. അത് ഗംഭീരം അല്ലേ? സൂപ്പർ. നല്ല തണുത്ത വെള്ളമാണ്. വഴി ഒന്നുകൂടി കണ്ടോളി. വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഇവിടെ നിന്ന് ചാടിയിട്ട് അതിനകത്ത് കൂടെ അങ്ങനെ പോവാണ്. ആഹാ, നമ്മുടെ വാട്ടർഫാൾസ് അവിടെയാണ്. ഇവിടെ നിന്ന് ഇതിലൊരു വഴി പോകുന്നുണ്ട്. ഇതിലൊക്കെ സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം വരുന്നുണ്ടാവാം. ഈ ഗുഹ നിസ്സാരമല്ല ഗൈസ്. വെരി ബ്യൂട്ടിഫുൾ, വെരി ഡേഞ്ചർ. ഇല്ലല്ല, അത് അങ്ങനെ തന്നെ ഒഴുകി പോവാണ്. ഇതുവഴി വേറെ ചാല് വരുന്നുണ്ടാവാം മഴക്കാലത്തെ. മഴ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം ഇതുവഴി വേറെ ചാല് അങ്ങനെ ഒഴുകിയിട്ടാണ് പോകുന്നുണ്ടാവും. ഓക്കെ, ഞങ്ങൾ റിട്ടേൺ ആണ്. ഈ വഴിക്ക് നമുക്ക് തിരിച്ചു പോകണം. നമ്മൾ ഔട്ടാനായിട്ടില്ല. നമുക്ക് മേലേക്ക് നമ്മൾ പോയില്ല. അതിലൊരു സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി പോരുമ്പോൾ തന്നെ കാണാം കോണി സ്റ്റെപ്പ് കൂടെ ഒക്കെ ചെറിയ ഡാമേജ് ഉണ്ട് എന്നൊരു പ്രത്യേകം കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കാണാൻ പോവാം. ഇവിടെയൊക്കെ ചളികളാൽ സമ്പുഷ്ടമാണ്. വളരെ ചെറിയൊരു സംഭവമാണ്. അപ്പോൾ പതുക്കെ കയറി പോകാനേ പറ്റുള്ളൂ. ഒരാൾക്ക് കഷ്ടിയടാ അല്ലേ? ആ, വാടാ. ഓക്കെ, പാതാളഗംഗ കണ്ടിട്ടില്ലല്ലോ. പാതാളഗംഗയ്ക്ക് പോകുന്ന വഴിയൊക്കെ കണ്ടങ്ങൾ. അതിഗംഭീരമായിട്ടുള്ള ഒരു വഴിയാണ്. ഓ, സൂപ്പറാണ്. ഇവിടെയൊക്കെ എന്താടാ, ഇവിടെയൊക്കെ എന്തോ കുഴിച്ചണോ? ആ, എന്തായാലും ലൈറ്റ് ഇടയിലൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാണ്. വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ. എൻ്റെ തല മുട്ടുണ്ട്. മര്യാദക്ക് നിന്നാൽ നല്ല മുട്ട് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പോന്നിട്ട് വേണം പോവാം.
തീർന്നിട്ടോ. പാതാളഗംഗയും തേടി പോവുകയാണ് ഞങ്ങൾ. പക്ഷേ ഈ പാതാളഗംഗ ഒന്നും കാണാമല്ലോ. ഈ റൂട്ടിൻ്റെ പേരാണ് പാതാളഗംഗ എന്ന് അല്ലേ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഈ റൂട്ടിൻ്റെ പേരാണ് പാതാളഗംഗ. ഏതായാലും വളരെ കൂന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇതാക്കി ശരിക്കും അമ്മ ഇവിടെയൊക്കെ തീരല്ല. ഇത് നോക്ക്, ഇതിങ്ങനെ ഹോളിലേക്കാണ് എത്തുന്നത്. അതെന്താണ് മായമന്ദിർ. ഇവിടെയാണോ ഞാൻ ഗുഹാവാസികളൊക്കെ ഇവിടെ തപസ് ചെയ്തൊക്കെ? ഇതിൻ്റെ മേലേക്കൊന്നൊന്നുമില്ല. ഓരോ കുഴികൾ ഇങ്ങനെ ഇടയ്ക്ക് കാണാം. പോകാം നമ്മൾ. ഇതിനുള്ളിൽ ഭയങ്കര ചൂടാ അല്ലേ? ഇവിടെ നിന്നാണ് നമ്മളെ തീരുമാനമെടുത്തത് പാതാളഗംഗയ്ക്കോ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയി പോന്നു. ഇനി ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇവിടേക്കും ഒരു ആരോ മാർക്ക് ഉണ്ട് അല്ലേ? പാതാളഗംഗ വേറ്റു അടിയിലാണ്. നമ്മൾ പാതാളഗംഗയിലെ പോയി വരുന്നത് അടിയിലോ? അത് ഔട്ടാണ് കൊണ്ട്. പാതാളഗംഗ വേറ്റു താഴത്തേക്കാണ്. ഓ മൈ ഗോഡ്. ഒന്നിലാണ് ഇവര് തെളുങ്കിലും ഇങ്ങനെ എഴുതി വെച്ചോണ്ടേ നമുക്ക് പുറിയല്ലേ. ഇതിനുള്ളിൽ നെറ്റ് വർക്കൊന്നും ഇല്ല കേട്ടോ. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാനൊന്നും വേണ്ട. നെറ്റ് വർക്കൊക്കെ 000. ഇവിടെ പോയിട്ട് വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെയും കൂടിയും പോയാൽ നമ്മളത് ഈ ഗുഹയുടെ പരിവേഷണം അവസാനിക്കും. ഇതിങ്ങനെ വലുതായി വരികയാണ്. ഇത് ഉണ്ടാക്കണത് മറ്റൊരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിസ്തീർണമുള്ളൊരു സ്ഥലമാണ്. അതിഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ആ വെള്ളം ചാടണമാകുന്നൊക്കെ അത് ഈ ഓക്സിജൻ്റെതായിരിക്കാം. മനസ്സിലായോ? ഈ ചൂട് കൊണ്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായത് സംഭവം കേട്ടോ. വെള്ളം ചാടുന്നതിൽ ഇത് കുറെ കാണാൻ പറ്റിട്ടോ. ചളിയിൽ ചെരുപ്പ് കുടുങ്ങി പൊട്ടിയിട്ട് കുറെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികവാസികളുണ്ടല്ലോ, ഈ നാട്ടുകാർ, ഇവരാദ്യം ഗുഹേനെ ഒരു പ്രേതാലയമായിട്ട് കണക്കാക്കിയത്. കാരണം ഇതിൽ ഓക്സിജൻ അല്ല, ആർക്കും ഇറങ്ങി ചെന്ന് എന്താ നോക്കാൻ പറ്റുന്നില്ല, ലൈറ്റുകളില്ല. അതുപോലെ തന്നെ ഇതിന് രാത്രിയിൽ പല സൗണ്ടുകളും ഈ ഗുഹയിൽ നിന്ന് കേട്ടിരുന്നു എന്നാണ്. ഗൈസ്, അപ്പം മണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാ അതിഗംഭീരമായ ഗുഹയാണ് അല്ലേ? ഇതിനകത്തേക്ക് കയറുന്ന വഴി തന്നെയാണ് ഇറങ്ങാനുള്ളത്. അപ്പോൾ നമ്മൾ അതുവഴി തന്നെയാണ് ഇറങ്ങി പോകുന്നത്. ഗുഹയിലുള്ള പരമാവധി വഴികൾ ഞങ്ങൾ 2 പേരും പോയി പോന്നു. സത്യം പറയാൻ എൻ്റെ ഉള്ളിൽ ശ്വാസം എടുക്കുന്നതിൽ പലയിടത്തും വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. പിന്നെ ചെളി ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് അബായി, ഞങ്ങളെ പോലത്തെ അബായൊക്കെ ഇട്ട് വരുന്നവർക്ക് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഷൂ ഇട്ടാന്ന് വിളി. അതെ, ഷൂ ആകുമ്പോൾ വലിയ വിഷയമില്ല. ഒരുപാട് ചെരുപ്പുകൾ അവിടെ പൊട്ടി കിടക്കണ്ടല്ലോ. അപ്പം നിങ്ങൾ ഷൂ ആകുമ്പോൾ ഒന്ന് കഴുകിയാൽ മതി, വീണ്ടും ക്ലിയർ ആകും. പക്ഷെ കാലിന്മേൽ സാധനം ഉണ്ടാവും. എന്നാൽ പിന്നെ ഞങ്ങൾ മേലേക്ക് കയറട്ടെ. നമ്മളിങ്ങനെ സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തിയിട്ട് മേലേക്ക് കയറിയിട്ട് വണ്ടി എന്താ അവസ്ഥ നോക്കുക. അതായത് നമ്മളിത് പോയപ്പോൾ കണ്ടിരുന്നില്ല. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ വെള്ളമായിട്ട് കിടക്കുന്നത് ഇതിലൊക്കെ നമുക്ക് പോവാം. ഇവിടെ ആ വെള്ളം കണ്ടതൊക്കെ ഇവിടെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് നമുക്ക് ഇത്രേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ നാട്ടിൽ അവിടെ നിന്ന് കണ്ടോ, ഇനിയും ഒരുപാട് ദൂരത്തേക്ക് ഇതുണ്ട്. അതുപോലെ തന്നെ വെള്ളം കണ്ടോന്ന് ഇനിയും ഒരുപാട് വഴികൾ അവർ പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലാണ് 3.5 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഇത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലേ, പോയപ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പോയതാണ്. അതിമനോഹരമായിട്ടുള്ളൊരു റിവറാണല്ലേ, തടാകമാണല്ലേ? തടാകമാണത്. ചുറ്റും മലനിരയാണ്. ഇതൊരു അണക്കെട്ടാണ് കേട്ടോ. അണ കെട്ടിയിട്ടുള്ളത്. നമ്മൾ പോരുമ്പോ ഒരു അണ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് നിൽക്കാനൊരു സ്ഥലവും കിട്ടിയിട്ടില്ല. ഇപ്പൊ സമയം എന്ന് പറയുന്നത് എന്തിന്റെ കേടായിരുന്നു ഞങ്ങൾ വണ്ടില്ല, വെറുതെ കിക്കറാണ്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 6:15, 6:30, 6:25, 20. ഇനിയിപ്പോ എവിടെ കിട്ടുക എന്തോ ഒന്നും അറിയില്ല. എവിടെയെങ്കിലും കിട്ടണം അല്ലേ? കിട്ടാതെ ശരിയാകുമോ? നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു ഗ്രാമമാണ്. വെറും കൃഷിയിടങ്ങൾ മാത്രമാണ്. പിന്നെ ആ കല്ലാണ് ഇവിടെ പെട്രോൾ പമ്പ് കുറവാണ്. ആകെ ഒരു പമ്പാണ് ഞങ്ങളോട് പോയപ്പോൾ കണ്ടത്.
വേറെ പമ്പ് കണ്ടില്ല. ഇനി ഇവിടുന്ന് ഒരു ടൗണിക്ക് 20 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ടൗണിക്ക്, ഒരു മെയിൻ ടൗണിലേക്ക്. അല്ലാതെ ഫുള്ള് ഗ്രാമങ്ങളായിരുന്നു. പോരുന്ന വഴിക്കൊക്കെ ഈ ഗ്രാമങ്ങളാണ്. ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ട പണി ചെയ്യുന്ന ആളുകളാണ്. ആ വഴിക്കൊക്കെ മലനിരകൾ. സൂര്യൻ താന്ന അവിടെ താന്നൂലേ അല്ലേ? താന്നു. ഓ അതിൻ്റെ പൊന്നു ചെങ്ങന്മാരെ, ഞങ്ങളൊരു പമ്പിലെത്തി അല്ലടാ. ആന്ധ്രയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിൽ വലിയൊരു പ്രശ്നമല്ല കേട്ടോ. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. നമുക്ക് നല്ല സുന്ദരമായിട്ട് നല്ല ലൈറ്റിൻ്റെ ചുവട്ടിൽ തന്നെ നല്ലൊരു പാർക്കിംഗ് കിട്ടിയാണ്. അപ്പുറത്തൊക്കെ പുല്ലൊക്കെ പോയിച്ച് കിടക്കുവാണ്. ഏതായാലും ആന്ധ്രയിൽ ഇന്ന് ഇവിടെയാണ് ഇറക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ കൂർണൂൽക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂർണൂൽക്ക് ഇനി ഇവിടുന്ന് ആകെ ഒരു 50 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കൂർണൂൽ ചിറ്റൂർ ഹൈവേയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഹൈവേ എന്ന് പറഞ്ഞാൽ ചെറിയ റോഡ് തന്നെയാണ്, വലിയൊരു ഹൈവേ ഒന്നുമല്ല. ഏതായാലും 11 മണിയായി. പമ്പിൻ്റെ ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കി. ഞങ്ങളും തന്നെ വണ്ടിയിൽ ബെഡും കാര്യമൊക്കെ ഇട്ടു. എല്ലാം കൊണ്ട് ശരിയായി. എന്താ അറിയില്ല, ജലദോഷം ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്നത് ഇവിടുത്തെ കാറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ പറഞ്ഞ പോലെ അപ്പം ഞങ്ങളുണ്ടാവും ബെഡൊക്കെ ഇട്ട് റെഡിയാണ്, സെറ്റാണ്. ഈ ഒരു വീട് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ തന്നെ വീട്ടുകാർ. അതെ, നാളെ പാക്കണം. ഓക്കെ, ബൈ.